ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോയുടെ വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ കൊല്ലത്ത് നടന്ന ഒരു അപകട മരണം ഇപ്പം വാർത്തയായി വന്നുകൊണ്ടിരിക്കുന്നത് അതൊരു കൊട്ടേഷൻ കൊലപാതകമായിരുന്നു എന്നാണ്. കൊട്ടേഷൻ കൊലപാതകം കൊടുത്തത് ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുത്തൂറ്റിന്റെ ഉദ്യോഗസ്ഥയാണ് ഈ ഒരു കൊലപാതകത്തിന്റെ പിന്നിലെന്നാണ് നമ്മുടെ വാർത്ത പറയുന്നത്. വാർത്തയിൽ മുത്തൂട്ട് എടുത്തു പറഞ്ഞിട്ടില്ല, ഒരു ഉദ്യോഗസ്ഥ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഒരുവിധം ചാനലിലൊക്കെ നമ്മുടെ മറുനാടൻ മലയാളികൾ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്, മുത്തൂട്ട് എന്നുള്ളത്. അപ്പം മുത്തൂട്ടിലെ ഉദ്യോഗസ്ഥയാണ് അത്. മുത്തൂട്ട് എന്ന് പറയുമ്പോൾ മുത്തൂട്ട് മൊത്തമായിട്ട് അതിനൊരു കാരണമാവില്ല, ഉദ്യോഗസ്ഥയുടെ മൈൻഡ് സെറ്റ് മാത്രമാണ് ഇതിനൊരു കാരണം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ മുത്തൂട്ടിലെ ഉദ്യോഗസ്ഥയാണ് ഇതിന് കാരണമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്കൊന്ന് വാർത്ത കണ്ടുനോക്കാം. കൊല്ലം ആശ്രാമത്ത് 2 മാസം മുമ്പ് സൈക്കിളിൽ കാറിടിച്ച് വയോധികൻ മരിച്ചത് കൊലപാതകമെന്ന് തെളിഞ്ഞു. സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ മാനേജറായ സ്ത്രീ അടക്കം 5 പേരാണ് പിടിയിലായിരിക്കുന്നത്. 76 ലക്ഷം രൂപ തട്ടിയെടുക്കാനായി ബാങ്ക് മാനേജറായ സരിത കൊട്ടേഷൻ നൽകിയാണ് പന്തളം കുടശനാട് സ്വദേശി പാപ്പച്ചനെ കൊലപ്പെടുത്തിയത്. മിഥുൻ സുധാകരൻ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മിഥുൻ, ഒരു അപകടം എന്ന് കരുതിയത് ഒരു കൊലപാതകം എന്നെങ്ങനെയാണ് പോലീസ് തെളിയിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? രജനി പറഞ്ഞതുപോലെ തന്നെ അപകട മരണം എന്ന് എഴുതി തള്ളുമായിരുന്ന ഒരു കേസാണ് ഇപ്പോൾ കൊലപാതകമാണെന്ന് തെളിഞ്ഞിരിക്കുന്നത്. ഈ പാപ്പച്ചൻ BSNL നിന്നും വിരമിച്ചൊരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടിലടക്കം ലക്ഷങ്ങളുടെ നിക്ഷേപം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചില സംശയങ്ങളൊക്കെ ബന്ധുക്കൾക്കും ഉണ്ടായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് വിശദമായ രീതിയിലുള്ള അന്വേഷണം നടത്തിയത്. ഈ ആശ്രാമം പരിസരത്തുകൂടി സൈക്കിളിൽ പോകുകയായിരുന്ന പാപ്പച്ചനെ അമിത വേഗതയിലെത്തിയ എന്തൊക്കെ മനുഷ്യന്മാരല്ല നമ്മുടെ ചുറ്റുമുള്ളതെന്നാണ് അത്ഭുതം. കാരണം എന്താ വെച്ചാൽ ഇപ്പം ബാങ്കിൽ പോയിട്ട് ഒരു 5 രൂപ ഇടാൻ പേടി എനിക്കിപ്പോൾ. അതെ, കോടികളൊന്നും ഇല്ല, എന്നാലും പറയാണ്. അല്ല, ഞാൻ 5 രൂപയ്ക്ക് എന്നെ കൊല്ലാൻ ആരെയും വന്നാലും അതില്ല വേറെ കാര്യം. അല്ല, എന്താ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു വീഡിയോ ഞാൻ ഇത് കണ്ടപ്പോൾ സെയിം റിയാക്ഷനാണ് എനിക്ക് എപ്പോഴും ഉണ്ടാകുന്നത്. കാരണം എന്താ വെച്ചാൽ ആ കാർ ഇടിച്ച് ആ വ്യക്തിനെ കൊല്ലുന്ന ഒരു സമയത്ത് ഇവരൊക്കെ മൈൻഡ് സെറ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം മനുഷ്യരെന്ന് പറയുമ്പോൾ എത്ര നല്ല മനുഷ്യരാണെങ്കിൽ പോലും പണം എന്നൊരു ആവശ്യം വരുമ്പോൾ ഒരു എന്താ പറയുക, വേറൊരു നിലപാടിലേക്കും അല്ലെങ്കിൽ വേറൊരു മൈൻഡ് സെറ്റിലേക്കും മനുഷ്യൻ മാറുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ വീഡിയോ കണ്ടല്ലോ എല്ലാവരും. അപ്പം കൊല്ലം സ്വദേശിയാണ് അദ്ദേഹം, പാപ്പച്ചനാണ്. അദ്ദേഹം ഒരു BSNL ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം റിട്ടയർഡ് ആയിട്ട് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ 80 ലക്ഷം രൂപയോളം ഉണ്ടായിരുന്നു. അപ്പം ആ 80 ലക്ഷം തട്ടിയെടുക്കാനാണ് നമ്മുടെ സ്വകാര്യ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു മാനേജർ, അതായത് ബാങ്ക് മാനേജർ. ഏത് ബാങ്കാണെന്നുള്ളത് പറഞ്ഞാൽ മുത്തൂട്ട് നിന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലായത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മറുനാടൻ മലയാളി മാത്രമാണ് മുത്തൂട്ട് എന്ന സ്ഥാപനം എടുത്തു പറഞ്ഞിട്ടുള്ളൂ. മറ്റു ചാനൽസൊക്കെ ഒരു സ്വകാര്യ സ്ഥാപനം എന്ന് മാത്രമേ സ്പെസിഫൈ ചെയ്തിട്ടുള്ളൂ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇങ്ങനൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ ഇങ്ങനൊരു കൊലപാതകത്തിന് തുനിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സ്ഥാപനത്തിന്റെ പിഴവല്ല അത്. സ്ഥാപനത്തിന് നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റുമോ? നമ്മുടെ ഓരോ മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്ന സാധനം ഒരു സ്ഥാപനത്തിന് അടിസ്ഥാനമാക്കിയിട്ടല്ല. നമുക്ക് ഈ ഒരു പൈസ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചത് ഈ ഒരു വ്യക്തിയുടെ മാത്രം ഇൻട്രസ്റ്റ് ആണ്. അപ്പം ഈ ഒരു വ്യക്തി മാത്രമാണ് അതിന് കാരണമാവുക. അതുകൊണ്ട് ഒരു സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞത് കൊണ്ട് മാത്രം ആ സ്ഥാപനം ഇതിൽ ഇൻവോൾവ് ആയി എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് സ്ഥാപനത്തിന്റെ പേര് പുറത്ത് വിടാത്തതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. എനിവേ, എന്തായാലും അത് വിടും. അത് കഴിച്ചിട്ട് ഇങ്ങനെ ഒരു കൊലപാതകം നടത്താൻ ഇവർക്ക് എങ്ങനെ പറ്റുന്നു എന്നാണ് എൻ്റെ ഒരു ചോദ്യം. കാരണം എന്താ വെച്ചാൽ പണത്തിന് വേണ്ടിയിട്ട് മനുഷ്യന് മനസ്സ് മാറ്റാൻ പറ്റുമെന്ന് പറയുന്നത് വെറുതെ അല്ല. കാരണം എന്തൊക്കെ പാവപ്പെട്ട മനുഷ്യനാന്ന് പറഞ്ഞാലും എത്ര നല്ല മനുഷ്യനാന്ന് പറഞ്ഞാലും പണം എന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ മനുഷ്യൻ മാറും. കാരണം മറ്റൊരു ജീവികൾക്കും പണത്തിന്റെ ആവശ്യം വരുന്നില്ലല്ലോ, ആകെ മനുഷ്യന് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ടായിരിക്കാം ഈ ഒരു രീതിയിലുള്ള ചിന്താഗതി മനുഷ്യരിലേക്ക് എത്തുന്നതെന്ന് തോന്നുന്നു. എന്തായാലും ഈ ഒരു ക്രൂരകൃത്യത്തിന് നല്ല രീതിയിലുള്ള ശിക്ഷ. കാരണം നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ അല്ലേ, ആ ഒരു കാറ് അദ്ദേഹത്തെ ഇടിക്കുന്ന ഒരു വീഡിയോ കണ്ടല്ലോ അല്ലേ. അത് കണ്ടപ്പോൾ എൻ്റെ ആ ഒരു വീഡിയോ കാണുമ്പോൾ എൻ്റെ ഒരു എക്സ്പ്രഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതേ എക്സ്പ്രഷൻ തന്നെയാണ് ഞാൻ ആ വീഡിയോ ഓരോ സെക്കൻഡ് കാണുമ്പോഴും അല്ലെങ്കിൽ ഓരോ പ്രാവശ്യം കാണുമ്പോഴും എനിക്ക് വരുന്നത്. കാരണം അതിൽ വലിയ മാറ്റമൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ആ രീതിയിലുള്ള ഒരു ക്രൂര കൃത്യം തന്നെയാണ് ഇവർ ചെയ്തത്. സത്യം പറഞ്ഞാൽ ബാങ്കിലൊക്കെ പൈസ ഇടാൻ വല്ലാത്ത പേടിയാകുന്നു. അതൊന്നുമില്ല. എന്തായാലും ഇത്രയും വലിയൊരു തുക ആയതുകൊണ്ടായിരിക്കാം ഈ ഒരു ക്രൂരകൃത്യത്തിന് ഇവർ തയ്യാറായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ഈ ഒരു ക്രൂരകൃത്യത്തിന് തക്കതായ ശിക്ഷ തന്നെ അവർക്ക് കൊടുക്കണം. കാരണം ഒരു രീതിയിലും മനുഷ്യത്വം തീണ്ടാത്ത കുറേ ജന്മങ്ങളാണത്, ഒരു രീതിയിലും. കാരണം പണത്തിന് വേണ്ടിയിട്ട് ഈ രീതിയിൽ ഒരു ക്രൂരമായ കൃത്യം ചെയ്യാന്ന് പറയുമ്പം ഇവരെയൊന്നും വെറും ക്രിമിനൽ എന്ന് പറഞ്ഞാൽ പോരാ. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ, താങ്ക് യു.